നമസ്കാരം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. SNDP യോഗം തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളിയുടെ പാനലിന് വിജയം. CPM-നെ കടന്നാക്രമിച്ച് വെള്ളാപ്പള്ളി നടേശൻ. തൊഗാഡിയെ അവതാര പുരുഷനാക്കാൻ വെള്ളാപ്പള്ളിയുടെ ശ്രമമെന്ന് പിണറായി. യോഗ നേതൃത്വം സമ്പന്നർക്കൊപ്പമെന്ന് CPM. AACS RSP സംസ്ഥാന സെക്രട്ടറി 91 അംഗ ജംബോ കമ്മിറ്റി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റിന് അർഹതയെന്ന അസീസ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം വൈകുന്നത് കോൺഗ്രസിലെ പ്രശ്നങ്ങൾ കാരണം. CPM-മായി ലയനമില്ലെന്നും ഗൗരിയമ്മ. സഹകരണം തുടരും. JSS ആയി തന്നെ നിലനിൽക്കും. പിണറായിയെ തീരുമാനമറിയിച്ചു. ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകന്റെ കൊലപാതകത്തിൽ ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചുവിട്ടു. പ്രസിഡന്റ് ഗോപപ്രതാപന് സസ്പെൻഷൻ. അക്രമ രാഷ്ട്രീയം നടത്തുന്നവർക്ക് പാർട്ടിയിൽ സ്ഥാനമില്ലെന്ന് VM സുധീരൻ. പാർട്ടി നടപടിക്കെതിരെ ഐ ഗ്രൂപ്പിന്റെ പ്രതിഷേധം. ബീഹാറിലെ ജംഗിൾ രാജിന് അറുതി വരുത്തുമെന്ന് നരേന്ദ്രമോദി. JDU തുടർന്നാൽ ബീഹാറിന്റെ നാശം പൂർണ്ണമാകും. പിന്നോക്ക സംസ്ഥാനങ്ങളെ രക്ഷപ്പെടുത്തുക സർക്കാരിന്റെ ലക്ഷ്യം. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം. AACS രണ്ടാമതും RSPയുടെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. പുനരേകീകരണത്തിന് ശേഷമുള്ള RSP ആദ്യ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് അവസാനിച്ചു. 21 അംഗ ജംബോ സംസ്ഥാന കമ്മിറ്റിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ഇരുകൂട്ടർക്കുമിടയിൽ കലഹത്തിന് വഴിവെക്കാതെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനാണ് ജംബോ കമ്മിറ്റി രൂപീകരിച്ചതെന്ന് സംസ്ഥാന സെക്രട്ടറി AACS പറഞ്ഞു. നവംബറിൽ നടക്കുന്ന ദേശീയ സമ്മേളനത്തിലുള്ള പ്രതിനിധികളെ തെരഞ്ഞെടുക്കാതെയാണ് സംസ്ഥാന സമ്മേളനം അവസാനിപ്പിച്ചത്. പുനരേകീകരണത്തിന് ശേഷമുണ്ടായ 71 സംസ്ഥാന കമ്മിറ്റിയെയാണ് 20 അംഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി 91 സംസ്ഥാന കമ്മിറ്റിയായി വിപുലീകരിച്ചത്. വയനാട്ടിൽ നിന്നുള്ള ഒരംഗത്തിനുള്ള സ്ഥാനം ഒഴിച്ചിട്ട ശേഷം 91 സംസ്ഥാന കമ്മിറ്റിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് 2 സ്ഥിരം ക്ഷണിതാക്കളും ഉണ്ടാകും. പുനരേകീകരണത്തിന് ശേഷം ഇരുകൂട്ടർക്കുമിടയിൽ തർക്കങ്ങളൊന്നുമില്ലാതെ ഒന്നിച്ചു പോകാനാണ് ജംബോ കമ്മിറ്റി രൂപീകരിക്കേണ്ടി വന്നതെന്ന് വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട AACS പറഞ്ഞു. ശരിയാ, ജംബോ കമ്മിറ്റിയൊക്കെയാണ് 2 പാർട്ടികൾ ഒന്നായതല്ലേ. സ്വാഭാവികം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഭിന്നിച്ചു നിന്ന് ഭരണമുണ്ടായിരുന്ന ഒരു വിഭാഗം അവരുകൂടി ഇപ്പുറത്ത് വന്നപ്പോൾ അവർക്ക് കൂടി സ്വീകാര്യമായ അവരെ വേദനിപ്പിക്കാതെ ഞങ്ങളുടെ പ്രവർത്തകരെയും വേദനിപ്പിക്കാതെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ബാധ്യതയാണ് എനിക്കുള്ളത്, ഞങ്ങൾക്കുള്ളത്. അത് ഞങ്ങൾ ആ കടമ നിർവഹിക്കുന്നു. ഇതുവരെ ഇരുകൂട്ടരിലും ഒരു കലഹത്തിന് വഴിയൊരുക്കിയിട്ടില്ല. ദേശീയ തലത്തിൽ RSP ഇടതിനൊപ്പം നിൽക്കുന്ന സാഹചര്യത്തിൽ ദേശീയ സമ്മേളനത്തോടെ ഇതിനൊരു രാഷ്ട്രീയ സമവായം ഉണ്ടാകുമെന്നും നേതൃത്വം പറഞ്ഞു. എക്കാലത്തും RSP UDF മുന്നണിയിൽ ഉണ്ടാകുമെന്ന് പറയാനാകില്ല. ഞങ്ങളും പറയുന്നില്ലല്ലോ എന്ന് കൽപ്പാന്ത കാലം വരെ ഈ നിലപാടാണെന്ന് ഞാനും പറയുന്നില്ല, പ്രേമേന്ദ്രനും പറയുന്നില്ല. LDF-ൽ ഉണ്ടായിരുന്നപ്പോൾ CPM-ൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ആട്ടിൻതൊപ്പം UDF-ൽ നിന്ന് ഏൽക്കേണ്ടി വരുന്നില്ലെന്നും അസീസ് പരിഹസിച്ചു. നവംബറിൽ ദില്ലിയിൽ നടക്കുന്ന ദേശീയ സമ്മേളനത്തിലുള്ള പ്രതിനിധികളെ പുതിയ സംസ്ഥാന കമ്മിറ്റി ചേർന്ന് തെരഞ്ഞെടുക്കുമെന്നും നേതൃത്വം അറിയിച്ചു. പുനരേകീകരണത്തിന് ശേഷം നടന്ന ആദ്യ സംസ്ഥാന സമ്മേളനത്തിൽ കൂടുതൽ വിവാദങ്ങളില്ലാതെ പാർട്ടി സമ്മേളനം അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് സംസ്ഥാന നേതൃത്വം. ദേശീയ തലത്തിലും സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇവർ. ക്യാമറാമാൻ ഷിജു ചവറയ്ക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം. ഈ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് CPM-ൽ ലയിക്കാനില്ലെന്ന് JSS വ്യക്തമാക്കി. പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ JSS ജനറൽ സെക്രട്ടറി KR ഗൗരിയമ്മ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചു. ആദ്യം ശ്രീ N രാജൻ ബാബു, താങ്കൾ പറയുകയായിരുന്നു KR ഗൗരിയമ്മയ്ക്ക് വലിയൊരു സ്വീകരണം CPM-ൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്ന്. CPM-നെ അറിയുന്നവർക്ക് അറിയാം KR ഗൗരിയമ്മയെ ഔപചാരികത എന്ന നിലയിൽ മാത്രം കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് വലിയ സ്വീകരണം KR ഗൗരിയമ്മ പ്രതീക്ഷിക്കുമെന്ന് പറയാൻ എന്തർത്ഥമാണ്, എന്ത് ന്യായമാണുള്ളത്? ഗൗരിയമ്മയെ അങ്ങനെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. സമ്മേളനങ്ങളൊക്കെ വളരെ ഗംഭീരമായി നടത്തണമെന്നുള്ള ആ രീതിയിൽ പറഞ്ഞതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ അവരിൽ നിന്ന് ഒരു ഒരുക്കങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള അമർഷം കൂടി ഗൗരിയമ്മയ്ക്കുണ്ട്. പിന്നെ ഓഫീസിൻ്റെ കാര്യത്തിനെ സംബന്ധിച്ചും സ്വത്തിനെ സംബന്ധിച്ചും കൂടെ ഒരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് പറയുന്നതെങ്കിൽ ഈ സ്വത്തുക്കളെല്ലാം CPM-ന് ലേനത്തോടു കൂടി കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞ് കാണണം. അപ്പോൾ അതനുസരിച്ച് ചില വിവാഹത്തിന് സ്ത്രീധനം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാതിരുന്നില്ലെങ്കിൽ സ്ത്രീധനം കൊണ്ടുവന്നിട്ട് മതി, അതുവരെ നീ വീട്ടിൽ നിന്നോ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് എടുത്തതായിട്ടാണ് വ്യാഖ്യാനിക്കേണ്ടി വരും. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇതൊരു സ്ത്രീധന പ്രശ്നമാണോ? സ്ത്രീധനം വാങ്ങുകയും കൊടുക്കുകയും ചെയ്ത് ശീലിച്ചവർക്ക് അങ്ങനെയൊക്കെ പറയാൻ സാധിക്കും. ഗൗരിയമ്മ നയിക്കുന്ന ഒരു പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുമ്പോൾ ഈ കണ്ടീഷനൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെച്ചിട്ടില്ല, CPM വെച്ചിട്ടില്ല. CPM ആളുടെ പരസ്യമായി പറഞ്ഞതാണ് ഗൗരിയമ്മ
CPM-ലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചു. രാജൻബാബുവും കൂട്ടരും JSSന്റെ ആപ്പീസ് പിടിക്കാൻ പോയപ്പോൾ KR ഗൗരിയമ്മയ്ക്ക് സംരക്ഷണം നൽകിയത് CPM ആയിരുന്നു. അല്ല, ഗൗരിയമ്മ നമ്മുടെ പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ സംരക്ഷണമൊന്നും കൊടുത്തില്ല. അവർ തന്നെയാണ് JSS. പക്ഷെ നമ്മളൊക്കെ അവർക്ക് സഹായകരമായ രീതിയിൽ ഉള്ള നിലപാടിലേക്ക് എടുക്കാൻ സാധിക്കും. ഞങ്ങളതൊന്നും പിടിക്കാനൊന്നും പോയില്ല. അത് JSS തമ്മിലുള്ള തർക്കത്തിലൊന്നും ഞങ്ങൾ ഇടപെട്ടിട്ടില്ല. തുടരുക. ശ്രീ അനിൽകുമാർ, ഓഗസ്റ്റ് 19 വലിയ സ്വീകരണം KR ഗൗരിയമ്മ പ്രതീക്ഷിച്ചിരുന്നു. ദേശീയ നേതാക്കൾ അടക്കം ആലപ്പുഴയിൽ എത്തും, തന്നെ സ്വീകരിക്കും ആ നിലയിൽ എന്നവർ ആഗ്രഹിച്ചു. പക്ഷെ അതില്ല എന്ന് 9-ാം തീയതി 10-ാം തീയതി ആയപ്പോഴും അതില്ല എന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ലയന സമ്മേളനം മാറ്റിവെച്ചതെന്നാണ് രാജൻബാബു നേരത്തെ പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് സെൻറ്ററുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ചർച്ച നടന്നത്? ശ്രീ രാജൻബാബു പറഞ്ഞതുപോലെ ഒരിക്കലും ഗൗരിയമ്മ അങ്ങനെ വലിയ സ്വീകരണം ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല, ആഗ്രഹിക്കുന്ന ആളുമല്ല. ഗൗരിയമ്മ CPM-ലേക്ക് പോകാൻ തീരുമാനം എടുത്തു എന്ന് പറയുന്നത് തന്നെ അത് അതിനെ സംബന്ധിച്ച് പാർട്ടി വീണ്ടും കൂടി ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് പോകണ്ട അല്ലെങ്കിൽ ലയിക്കുന്നില്ല എന്നൊരു തീരുമാനം പത്രങ്ങളിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പാർട്ടി എടുത്തത്. അല്ലാതെ സ്ത്രീധന പ്രശ്നമോ ഈ രാജൻബാബു പറയുന്നത് പോലുള്ള പ്രശ്നങ്ങളൊന്നും അതിനകത്തില്ല. ഗൗരിയമ്മയ്ക്ക് അത്തരം താല്പര്യങ്ങളുമില്ല. ഗൗരിയമ്മ എപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകയായി ഗൗരിയമ്മ എന്നും ഉണ്ടാകും. അത് JSS-ലായാലും CPM-നായാലും ഗൗരിയമ്മയുടെ ജീവിതം മുഴുവൻ അങ്ങനെ തന്നെയായിട്ട് ഗൗരിയമ്മ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഗൗരിയമ്മ ഈ നിലയിലാണോ CPM കൈകാര്യം ചെയ്യുന്നത്? കുറെ കൂടി അവരർഹിക്കുന്നില്ലേ ഒരു മടങ്ങി വരവിന് ആ നിലയിൽ ഒരു അംഗീകാരം കൊടുക്കുക? ഗൗരിയമ്മ അതിനകത്ത് ചേരാൻ തീരുമാനിച്ചാൽ വലിയ സ്വീകരിച്ച് ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. എന്നുവെച്ചാൽ ഗൗരിയമ്മ പാർട്ടിയുടെ ഭാഗമായിരുന്നു. ഒന്നായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ള ആളാണ്. ആ പാർട്ടിയിലേക്ക് ചെല്ലുന്നതിന് വേണ്ടി വലിയ വരവേൽപ്പിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ. അവർ പാർട്ടി ചേരുക, ഇപ്പം ഗൗരിയമ്മ തിരിച്ച പാർട്ടിയുടെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരിക, അത് അവരുടെ ഒരു കാര്യം. പിന്നെ ഗൗരിയമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് കിട്ടുന്ന സ്വീകരണം അവർ കൊടുത്തോളുമല്ലോ. അല്ലാണ്ട് ഈ വരുന്ന ഒരു സ്വീകരണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടി ഇടപാടാണ്. അല്ലാണ്ട് ഗൗരിയമ്മ അതിനകത്ത് ചേരുകയാണെങ്കിൽ ഇതൊന്നും അവർ ഒരിക്കലും ഗൗരിയമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ടാകത്തില്ല. അത് മാർക്സിസ്റ്റുമായിട്ട് അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാകത്തില്ല. ശ്രീ കെ വേണു, CPM-ലേക്ക് KR ഗൗരിയമ്മ തിരികെ എത്തുന്നു എന്നുള്ളത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ കുറേ നേട്ടങ്ങളെങ്കിലുമില്ലേ? KR ഗൗരിയമ്മ പോലുള്ള ഒരാൾ ആ പാർട്ടി വിട്ടുപോയിരിക്കുന്നു, ആ ഡാമേജ് ഉണ്ടായിരുന്നു. ആ ഡാമേജ് ഒരു പരിധിവരെയെങ്കിലും മാറ്റാനും ഗൗരിയമ്മയെ ചവിട്ടി പുറത്താക്കിയതാണെന്ന തോന്നൽ ഒഴിവാക്കാനും ഗൗരിയമ്മയുടെ തിരികെ വരവ് CPM-ന് ഗുണകരമാകില്ലേ? തീർച്ചയായിട്ടും ഗുണകരമാകും. പ്രത്യേകിച്ചും CPM ഈ സമീപകാലത്ത് നേരിടുന്ന ഒരു പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് അത് പ്രസക്തമാകുന്നത്. അതല്ലെങ്കിൽ പഴയകാലത്ത് അവരുടെ പ്രൗഢിയിലൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഗൗരിയമ്മയല്ല ഏത് വലിയ നേതാവ് പോയാലും ഞങ്ങളൊന്നും ബാധിക്കില്ല എന്ന രീതിയിലുള്ള അഹംഭാവത്തോടുകൂടി നിന്നൊരു കാലം ഉണ്ടായിരുന്നു CPM-ന്. പക്ഷെ സമീപകാലത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെയധികം തകർച്ച മൊത്തത്തിൽ പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇനി അതിനെ അതിജീവിക്കണമെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രൂപ്പുകളായും വ്യക്തികളായും ഒക്കെ വിട്ടുപോയവരെ മുഴുവൻ തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു നയം സ്വീകരിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഗൗരിയമ്മയെ പോലുള്ള ഒരാള് തിരിച്ചു വരുന്നത് തീർച്ചയായിട്ടും സിസ്റ്റമാറ്റിക്ക് ഗുണം തന്നെയാണ് ചെയ്യുക എന്നുള്ളതിൽ ആരും സംശയമില്ല. ആനത്തലവട്ടാനന്ദന് അവസാനമായി ഗൗരിയമ്മയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒരു നൃപൻ ചക്രവർത്തി എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാര്യം LDF പ്രതീക്ഷിക്കുന്നുണ്ടോ? ഗൗരിയമ്മയ്ക്ക് ഇനി ഗൗരിയമ്മയുടെ പ്രായം ഇത്രയായിരിക്കുന്നു, അവരുടെ കൂടെ നേരത്തെ ഉണ്ടായിരുന്നവർ ഇല്ല, ഒരു നൃപൻ ചക്രവർത്തി മാത്രമാണോ പ്രതീക്ഷ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയല്ല. കേരള രാഷ്ട്രീയത്തിൽ KR ഗൗരിയമ്മയ്ക്കുള്ള സ്ഥാനം കേരളീയർക്ക് അറിയാവുന്നതാണ്. അവർ ഈ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നല്ല പങ്കുവഹിച്ചവരാണ്. അവരുടെ അഭിലാഷം അവരുടെ അന്തിമ കാലഘട്ടത്തിൽ അവർ കെട്ടിപ്പടുത്ത പാർട്ടിയുടെ അകത്ത് കൂടെ നിന്ന് പ്രവർത്തിക്കണമെന്നാണ്. ആ അഭിപ്രായം അവർ പ്രകടിപ്പിക്കാൻ ഞങ്ങൾ സന്തോഷപൂർവ്വം ഗൗരിയമ്മയെ പോലെ ഒരാള് ഈ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് ത്യാഗം സഹിച്ചവരെ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. CPM ഒരു പ്രതിസന്ധി അനുഭവിക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ പാർട്ടി വിട്ടുപോയ ഗ്രൂപ്പുകളും വ്യക്തികളും തിരികെ വരണം. കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനമാണ്. അത് നിങ്ങളൊക്കെ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, അതുമാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തണം. ഇടതുപക്ഷ പാർട്ടികളെയല്ല, ഇപ്പം ബംഗാളിൽ തന്നെയുള്ള SUCI, അതുപോലുള്ള CPIML, അങ്ങനെയുള്ള പാർട്ടികളെല്ലാം ചേർത്തുള്ള ഒരു ഇടതുപക്ഷ ഐക്യമുണ്ട്. ഞങ്ങൾ ഉന്നം വെച്ചത് അതാണ്. CMP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉന്നം വെച്ചത് ഞങ്ങൾ പറഞ്ഞിരുന്നൊരു കാര്യമാണ് ഇടതുപക്ഷ ഐക്യം. ആ ഐക്യം ഒരു കാലഘട്ടത്തിൽ CPM ഇവരെ ഒന്നും കൂട്ടി ഒരു ഐക്യത്തിന് തയ്യാറല്ലായിരുന്നു. ഇപ്പോൾ SUCIയെ കൂട്ടി, അതുപോലെ CPIML കൂട്ടി, അങ്ങനെയുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകളുടെയും കൂട്ടിയുള്ള ഇടതുപക്ഷ ഐക്യം. ഞങ്ങൾ മറ്റേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഭരണത്തിന് വേണ്ടിയുള്ളതാണ്.
ഞങ്ങൾ മുമ്പോട്ട് വെച്ച മുദ്രാവാക്യം അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഇടതുപക്ഷ ഐക്യം. ഐക്യത്തിലൂടെ ഇന്ത്യയിലെ ഇന്നത്തെ ഒരു ഈ സമൂഹത്തിലെ ജീർണതയ്ക്കെതിരായിട്ട് BJPയുടെയും കോൺഗ്രസിൻ്റെയും ഈ ഉദാരവൽക്കരണ നയത്തെ അനുകൂലിച്ചുകൊണ്ട് തൊഴിലാളികളെയും കൃഷിക്കാരെയും പട്ടിണിക്കിടുന്ന ഈ നയത്തിനെതിരെ ശക്തമായ ഒരു വിഭജന പ്രസ്ഥാനം ഉണ്ടാവുന്നതിന് തയ്യാറല്ല എന്നുള്ളതല്ലേ ഈ കാര്യം, നിങ്ങളുടെ ഈ ആവശ്യം ചവിട്ടിപ്പിടിക്കുന്നതിലൂടെ അല്ല, അത് അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാര്യമായിരിക്കും പറഞ്ഞത്. ഞങ്ങൾക്കത് വിഷയമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ളതാണ്. അത് ആ സമയത്ത് ഞങ്ങൾ ആലോചിച്ചോളാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന കാര്യം ഇടതുപക്ഷ ഐക്യമാണ്. ആ ഐക്യത്തിലൂടെ ഞങ്ങളുണ്ടാവും. ഐക്യത്തിലൂടെ ഞങ്ങളെ ഒഴിവാക്കാനായിട്ട് CPMനും CPIക്കും ആർക്കും കഴിയില്ല. ശരി, വളരെ നന്ദി. ശ്രീ KR അരവിന്ദാക്ഷൻ, അഡ്വക്കേറ്റ് രാജൻ ബാബു, CM അനിൽകുമാർ, ഒപ്പം തന്നെ ആനത്തലവട്ടം ആനന്ദൻ, K വേണു ഈ വിഷയത്തിൽ സംസാരിച്ചതിന്. വീണ്ടും RSPയിലേക്ക് തിരികെ പോവുകയാണ്. RSP ഇന്ന് A അസീസിനെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു. RSPയുടെ 91 അംഗ സംസ്ഥാന കമ്മിറ്റിയും ഇന്ന് രൂപം കൊണ്ടിരിക്കുന്നു. ആദ്യം കോവൂർ കുഞ്ഞുമോൻ MLA ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കോവൂർ കുഞ്ഞുമോൻ, കാര്യങ്ങൾ ഭംഗിയായി അവസാനിച്ചോ RSPയുടെ കാര്യത്തിൽ? സംസ്ഥാന പുനരേകീകരണത്തിന് ശേഷമുള്ള സംസ്ഥാന സമ്മേളനമാണ് ഇന്ന് പൂർത്തിയായത്. പുനരേകീകരണ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ആദ്യമായി നടത്തുന്ന സംസ്ഥാന സമ്മേളനമായിരുന്നു കൊല്ലത്ത് ഇന്ന് സമാപിച്ചത്. ഞങ്ങളുടെ പാർട്ടി ഐക്യകണ്ഠേനയാണ് ശ്രീ A അസീസിനെ വീണ്ടും രണ്ടാമത് തവണയും സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. അതിനകത്ത് ഒരു അപശബ്ദത്തിന്റെയും കാര്യമില്ല. ഈ ചാനൽ ചർച്ച നടക്കുന്നത് പോലെ A അസീസിനെ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുക്കപ്പെട്ട 90 പേരും, ഒരാളെ ഞങ്ങൾ കോപ്പി ചെയ്യത്തേ ഉള്ളൂ, 90 പേരും തന്നെയാണ് A അസീസിനെ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ശ്രീ കോവൂർ കുഞ്ഞുമോൻ, ഒന്നുകിൽ ബംഗാൾ കോൺഗ്രസിനൊപ്പം വരണം, അല്ലെങ്കിൽ കേരളത്തിൽ RSP LDFിനൊപ്പം പോകണം. ഏതിനായിരിക്കും മുൻതൂക്കം, അല്ലെങ്കിൽ ഏതിനാണ് സാധ്യത? കേരള ഘടകം ഇപ്പോൾ UDFിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഞങ്ങളൊരു LDF പാർട്ടി അല്ലായി മാറുന്നില്ല. ഞങ്ങൾ ഇപ്പോഴും ഒരു ഇടതുപക്ഷ പാർട്ടി എന്ന നിലയിലാണ്. അതൊക്കെ ശരിയാണ് ശ്രീ കോവൂർ കുഞ്ഞുമോൻ, പറയാൻ എളുപ്പമാണ്. പക്ഷെ പ്രായോഗിക തലത്തിൽ അത് അത്ര നടപ്പുള്ള കാര്യമല്ല. 2 മുന്നണികളിൽ 2 സംസ്ഥാനത്ത് നിൽക്കുക എന്ന് പറയുന്നത് സാധ്യമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിന്നെ നേരത്തെ അങ്ങനെ ഒരു തർക്കം RSPയുടെ ദേശീയ നേതൃത്വത്തിൽ ഉണ്ടാകില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പൊ ഈ പാർലമെന്റ് നടക്കുകയാണ്. പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ കോൺഗ്രസും CPMും CPIയും RSPയും BJPക്ക് എതിരായിട്ടുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയുണ്ട്. സഭയ്ക്കകത്തും പുറത്തും കാണുന്നുണ്ടല്ലോ, സഭയ്ക്കകത്തും പുറത്തും CPMും CPIയും കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും RSP ഉൾപ്പെടെ ഐക്യമായിട്ട് നിന്നുകൊണ്ടാണ് BJPയുടെ ഈ ഫാസിസത്തിനെതിരായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് RSPക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അതിപ്പോ ഞങ്ങളുടെ ദേശീയ സമ്മേളനത്തിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ അവിടെ വെക്കുന്നുണ്ട്, അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര ഘടകമായും കേരളത്തിലെ പാർട്ടി നേതാക്കന്മാരുമായും അവർ ചർച്ച ചെയ്ത് ഒരു സമവായത്തിലെത്തും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും ശ്രീ KN ബാലഗോപാൽ MP എന്താണ് കോവൂർ കുഞ്ഞുമോൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. ഒരുപക്ഷെ 2ഇടത്തും സഹകരിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസമായിരിക്കാം. അതവിടെ നിൽക്കട്ടെ. ഇവിടെ A അസീസ് സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം പറഞ്ഞത്, സാധാരണഗതിയിൽ ഒരു മുന്നണി വിടുന്ന ഘട്ടത്തിൽ ആ പാർട്ടിയെ പിളർത്താൻ CPM ശ്രമിക്കാറുണ്ട്, വിജയിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ വീരേന്ദ്രകുമാർ പാർട്ടി വിടുന്ന സമയത്ത് ജനതാദൾ Sൽ ഒരു കക്ഷിയെ, ഒരു വിഭാഗത്തെ അവരുടെ കൂടെ നിർത്താൻ CPMന് കഴിഞ്ഞു. സമാനമായ വിധത്തിൽ RSP മുന്നണി വിട്ടു പോകുന്ന സാഹചര്യത്തിലും ശ്രമിച്ചിരുന്നു. പക്ഷേ RSPയിലെ ഒറ്റയാളെ പോലും കിട്ടിയില്ല. ഞങ്ങൾ ഒന്നിച്ച് UDFിലേക്ക് പോയി. അന്തസ്സുള്ള പോക്കായിരുന്നു അത് എന്ന് വാദിക്കുന്നതിന് വേണ്ടിയാണ് ആ വിഷയം ഉന്നയിച്ചത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞങ്ങൾക്ക് കുറെ കൂടി അന്തസ്സായി. 3 അംഗങ്ങളായി എന്ന് മാത്രമല്ല, ഒരു സംസ്ഥാന പാർട്ടി എന്നുള്ള നിലയിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചാൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന കാലഘട്ടത്തിൽ കിട്ടില്ലായിരുന്നു. കാരണം ഒരു സംസ്ഥാന പാർട്ടി അല്ലാത്തത് കൊണ്ട് തന്നെ. ഇപ്പോൾ ഒരു MP ആയി, 3 MLA ആയി, ഒരു മന്ത്രിയുണ്ട്, ഇനി ചിലപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കിട്ടിയേക്കും. ആ നിലയിലുള്ള ഒരു അന്തസ്സുണ്ടായി. അവരുടെ ആ വാദം എന്ന് പറയുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നാൽ എങ്ങനെയാണോ എട്ടുകാലി സ്വന്തം കുഞ്ഞിനെ കൊന്നു തിന്നുന്നത്, ആ നിലയിലായിരുന്നു CPM മറ്റിടതുപക്ഷ പാർട്ടികളോട് ചെയ്തിരുന്നത്. പക്ഷേ UDF പോകുമ്പോൾ അതല്ല, വളരാനുള്ളൊരു സാഹചര്യം ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ശ്രീ KN ബാലഗോപാൽ,
ഒന്ന് തിരിഞ്ഞു നോക്കുക. ഒരു റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിലേക്ക് നമ്മൾ കാര്യങ്ങൾ എടുത്താൽ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 72 പേരായിരുന്നു UDF പക്ഷത്ത്. ഒരുപക്ഷെ ഈ പ്രീ അരുവിക്കര സാഹചര്യം അത് വലിയ തോതിൽ UDFനെതിരായിട്ടുള്ളൊരു ജനവികാരം ഉണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയ സമയമായിരുന്നു. ജി കാർത്തികേയൻ്റെ നിര്യാണം, PC ജോർജ് മുന്നണി വിട്ടുപോകുന്നത്, ഈ RSP UDFിലേക്ക് പോയിരുന്നില്ല എങ്കിൽ സർക്കാർ വീഴുമായിരുന്നു. LDFന് ഒന്നുകിൽ അധികാരത്തിൽ വരാമായിരുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമായിരുന്നു. അരുവിക്കരയ്ക്ക് ശേഷമുള്ള സാഹചര്യം നോക്കുക. അരുവിക്കരയ്ക്ക് ശേഷം UDF ബഹുദൂരം മുന്നിലെത്തിയെന്നോ LDF തകർന്നടിയുന്നു എന്നുള്ള തോന്നലോ ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ RSPയെ ചവിട്ടി പുറത്താക്കിയതുകൊണ്ട് ഒരു പത്തനംതിട്ട സീറ്റിൻ്റെ പ്രശ്നമാണ്. RSPയെ ചവിട്ടി പുറത്താക്കിയതുകൊണ്ട് നിങ്ങൾ കൊടുക്കേണ്ടി വന്ന രാഷ്ട്രീയ വില എത്ര വലുതാണ് ശ്രീ KN ബാലഗോപാൽ? ഒന്ന് ചെറുതായി ഒന്ന് പിന്തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാകുന്നില്ലേ അത്? RSPയെ ചവിട്ടി പുറത്താക്കി എന്നുള്ള ആ പ്രയോഗവും വാദവും ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്ന അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. RSP അങ്ങനെ ഞങ്ങളെ വളരെ മോശമായിട്ട് പുറത്താക്കാൻ ശ്രമിച്ചു എന്നുള്ളതിന് വേണ്ടത്ര ക്യാമ്പയിൻ ഞങ്ങൾ നടത്തുന്നതിനകത്ത് വിജയകരമായി അത് നടത്തിയെന്നുള്ളതിന് എൻ്റെ പോരായ്മ ഉണ്ടാവും. കാരണം RSP ഇങ്ങനെ ഒരു സീറ്റ് RSPക്ക് വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന് ഇതിന് വളരെ മുമ്പ് തന്നെ, ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു എന്ന് പീതാംബരക്കുറുപ്പ്, കൊല്ലത്തെ സിറ്റിംഗ് എം പി ആയിരുന്ന പീതാംബരക്കുറുപ്പ് പറഞ്ഞത് നിങ്ങളും അന്ന് കൊടുത്തതാണ്. അതായത് LDF യോഗത്തിന് മുമ്പ് CPM ഓഫീസിലേക്ക് പോയി ഉഭയകക്ഷി ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾക്ക് കൊല്ലം സീറ്റ് വേണമെന്ന് പറയുകയും കൊല്ലം സീറ്റ് 15 വർഷമായി ഞങ്ങൾ മത്സരിക്കുന്നതാണ്, അത് ബുദ്ധിമുട്ടാണ് എന്ന് CPM നേതൃത്വം പറഞ്ഞു. നാളെ LDF ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ആ ഘട്ടത്തിൽ തന്നെ UDF ഓഫീസിലേക്ക് പോയി ഉമ്മൻചാണ്ടിയുടെ അടുത്ത് പോയി അഭയം പ്രാപിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച RSP ഈ പറയുന്നതിനകത്ത് വസ്തുതയില്ല. ചവിട്ടി പുറത്താക്കി എന്നുള്ള ന്യായമൊക്കെ പറയാം. പക്ഷെ പീതാംബരക്കുറുപ്പാണല്ലോ അവരുടെ സിറ്റിംഗ് MP, കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആണല്ലോ പറഞ്ഞത്. എന്നോട് നേരത്തെ തന്നെ KPCC നേതൃത്വം, മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു കൊല്ലം സീറ്റ് വിട്ടുകൊടുത്ത് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇതൊരു കാര്യം. ഇതിനു മുമ്പ് തന്നെ UDF അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് ചെറിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് തന്നെ UDF നമ്മുടെ നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിന്റെ സമയത്തിന് തൊട്ടു മുമ്പ് തന്നെ ആ സമയത്ത് PC ജോർജ് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, 2 MLA കൂടി ഇനി UDFിലേക്ക് വരും. അന്നേ ശരിയായിരിക്കാം. ഇനി താങ്കളുടെ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. RSP നേരത്തെ തന്നെ മുന്നണി വിടാൻ ആലോചന നടത്തിയിട്ടുണ്ടാകും. പക്ഷേ പത്തനംതിട്ട കൊടുത്തിരുന്നുവെങ്കിൽ അവർക്ക് മുന്നണിയിൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല, RSP അവിടെ നിൽക്കുമായിരുന്നു. അല്ല, പത്തനംതിട്ട കൊടുത്തിരുന്നെങ്കിൽ അവർ നിൽക്കുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പത്തനംതിട്ടയ്ക്ക് വേണ്ടി അവർ അടുത്ത ദിവസം ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങൾ കൊടുക്കുമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ പാർട്ടിയുടെ ആ മണ്ഡലത്തിലെ പാർലമെന്റ് മണ്ഡലം സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ആളാണ് ഞാൻ. ഞങ്ങൾ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലൊക്കെ അനൗൺസ് ചെയ്തെങ്കിലും LDF ചർച്ച വരുന്ന മുറയ്ക്ക് അത്തരം കാര്യങ്ങളിൽ മാറ്റാനുള്ള ഒരു ധാരണയോടുകൂടി തന്നെയൊക്കെയാണ്. ഞങ്ങൾ പുറത്ത് പറഞ്ഞിരുന്നില്ല, അകത്ത് ചർച്ച ചെയ്തു, അല്ലാതെ തീരുമാനമായിരുന്നില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും LDFും കൂടുന്ന ദിവസം അല്ലാതെ പ്രോപ്പറായിട്ട് അനൗൺസ് ചെയ്ത പ്രശ്നമില്ലായിരുന്നു. അവർ പോകാൻ തീരുമാനിച്ചതാണ്. അതിനകത്ത് എനിക്ക് പ്രതിഷേധമില്ല. അവർ പറഞ്ഞു, ശ്രീ അസീസ് പറഞ്ഞു, സാധാരണഗതിയിൽ പാർട്ടിയെ പിളർത്തി രണ്ടാക്കുന്ന സ്വഭാവം CPM കാണിക്കാറുണ്ട്, ഇടതുപക്ഷം കാണിക്കാറുണ്ട്. ജനതാദളിന്റെ കാര്യത്തിനകത്ത് എന്താ ഉണ്ടായത്? ജനതാദളിന്റെ കാര്യത്തിനകത്ത് അവര് അപ്പുറത്തേക്ക് പോവാണ്. ജനതാദളിലെ 4 MLA ഇപ്പുറത്ത് നിൽക്കാൻ അവർ തീരുമാനിച്ചു. ഇവിടെ RSPക്ക് ഒരു പ്രത്യേകമായ ഒരു സാഹചര്യമാണ്. വളരെ ബുദ്ധിപരമായിട്ട് അവരെ കാര്യം ചെയ്തത്. ഞാൻ അവരെ അതിനുവേണ്ടി വേണമെങ്കിൽ അഭിനന്ദിക്കാൻ തയ്യാറാണ്. അവർ പറഞ്ഞു, നമ്മൾ ഇപ്പോൾ CPMനെയും LDFനെയും ഒന്ന് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ മത്സരിക്കും. ആദ്യം പറഞ്ഞത് RSP ഒറ്റയ്ക്ക് മത്സരിക്കാനായിട്ട് തീരുമാനിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞ് UDFന്റെ പിന്തുണ മേടിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ LDFിലേക്ക് പോകുന്നതാണ് RSP നേതൃത്വം RSP അണികളോട് പറഞ്ഞിരുന്നത്. നമ്മൾ LDFിലേക്ക് പോകും. LDFിലേക്ക് പോകുമ്പോൾ കൊല്ലം സീറ്റിന്റെ കൂടി അവകാശം നമുക്ക് കിട്ടും. അങ്ങനെ LDFിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ച ആളുകളെ കൂടെ നിർത്തിയതാണ്. ഞങ്ങളെ സംബന്ധിച്ച്
സംബന്ധിച്ച് ആളുകളെ പിളർത്താൻ നടക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സുഖമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ പിളർത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇനി സംഭവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്. ഇപ്പോൾ UDF-നകത്തേക്ക് പോവില്ല, ഞങ്ങൾ തിരിച്ച് LDF-ലേക്ക് പോകാമെന്ന് പറഞ്ഞവർ ഇപ്പൊ പറയുന്നു കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക, ബാക്കി LDF-കാരെ കൂടി ഇനി കോൺഗ്രസിനൊപ്പം കൊണ്ടുവരാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് കണ്ടുകൊണ്ട് ഇനിയും RSPക്ക് അകത്ത് നിൽക്കുന്ന പല ആളുകളും, എല്ലാവരൊന്നും ഞാൻ പറയുന്നില്ല, പല ആളുകളും ഇപ്പുറത്തേക്ക് വരാനാണ് സാധ്യത. കാരണം 30-40 വർഷക്കാലമായി LDF-ന്റെ മാനസികാവസ്ഥയിൽ നിന്നവർ, ഇപ്പൊ കുഞ്ഞുമോൻ തന്നെ പറഞ്ഞു ഞങ്ങൾ LDF-കാരാണ് UDF-നകത്താണെങ്കിലും. അതെങ്ങനെ? ഞങ്ങൾ UDF-ന്റെ വണ്ടി പോകുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കിട്ടിയാൽ ഞാൻ ഇടത്തെ സൈഡേ ഇരിക്കത്തുള്ളൂ, മന്ത്രിയായാൽ ഞാൻ ഇടത്തെ സീറ്റിലേ ഇരിക്കത്തുള്ളൂ, UDF-ന്റെ മീറ്റിംഗിലില്ല ഞങ്ങൾ ഇടത്തെ കസേരയിൽ ഇരിക്കത്തുള്ളൂ എന്ന് പറയുന്നത് LDF ആണോ? LDF-ന്റെ രാഷ്ട്രീയ അജണ്ടയുണ്ട്, ഒരു നിലപാടുണ്ട്. പണ്ടും ഇങ്ങനെ UDF വലുതും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവർ പറയുന്നല്ലോ ഞങ്ങളെന്തോ കാണിക്കുന്നെന്ന്. കടവൂർ ശിവദാസൻ പണ്ട് RSPക്കകത്ത് ഒരു വിഘടിത ഭാഗമായി RSP ആയിട്ട് കരുണാകരൻ മന്ത്രിസഭയിൽ ചേർന്ന ആളാ. അദ്ദേഹം പിന്നീട് DCC പ്രസിഡന്റ് ആയിരുന്നു. ഈ അടുത്ത കാലം വരെ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ വ്യക്തമായിരുന്നു. ശ്രീ പ്രേമേന്ദ്രൻ കോൺഗ്രസിനകത്ത് ചേർന്ന് അതിനകത്ത് DCC പ്രസിഡന്റോ സംസ്ഥാന നേതൃത്വമാകുന്നതിലോ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടി 3 സീറ്റും ഇനി ദേശീയ പാർട്ടിയും പിന്നെ ഉയർന്ന സ്ഥാനങ്ങളോ ഉപമുഖ്യമന്ത്രി സ്ഥാനമോ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമോ കിട്ടുന്നതിനൊന്നും ഞങ്ങളെതിരല്ല. പക്ഷേ ആളുകൾ RSPക്കൊപ്പം നിൽക്കുന്ന ആളുകൾ പോലും ഇത് വിശ്വസിക്കില്ല. ഇതിപ്പോ നിങ്ങൾക്ക് ഗുണകരമാണ്. ഇന്നിപ്പോ ശ്രീ A. അസീസ് പറയുന്നു കൽപ്പാന്തകാലത്തോളം ഞങ്ങൾ ഇതേ മുന്നണിയിൽ തുടർന്നുകൊള്ളും എന്നില്ല എന്ന്. TJ ചന്ദ്രചൂഡൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നല്ലോ 3 ദിവസത്തെ ചർച്ച കൊണ്ടാണ് ഞങ്ങൾ UDF-ലെത്തിയത്, UDF വിടാൻ 3 മണിക്കൂർ മതി ഞങ്ങൾക്ക് എന്ന്. നിങ്ങളെപ്പോഴും അടുത്ത മുന്നണിയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുകയാണെങ്കിൽ ഉടനടി ചാടുന്നതിനെ കുറിച്ചാണോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ഞാൻ ഇതിന് ശ്രീ ബാലഗോപാലിന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഉഭയകക്ഷി ചർച്ച നടന്നന്ന് തന്നെ UDF-ൽ പോയെന്ന് വാദിച്ചു. അതല്ല ശരി. LDF-ന്റെ ഉഭയകക്ഷി ചർച്ച നടന്നതിന് ശേഷം ഞങ്ങൾ AK സെന്ററിൽ നിന്ന് ഞങ്ങളുടെ നേതാക്കന്മാരെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും വന്ന് കമ്മിറ്റി കൂടി. പിറ്റേ ദിവസവും വീണ്ടും ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി. 3ാമത്തെ ദിവസമാണ് വൈകിട്ടാണ് ഞങ്ങൾ UDF-ലേക്ക് പോകുന്നത്. അല്ല, ഉഭയകക്ഷി ചർച്ച നടന്ന് അതേ ദിവസം തന്നെ UDF-ൽ പോയെന്ന് പറയുന്നത് തെറ്റാണ്. അതൊക്കെ സാങ്കേതികത്വം. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ശ്രീ കോവൂർ കുഞ്ഞുമോൻ താങ്കളുടെ മറുപടി. UDF-ൽ നിന്ന് LDF-ലേക്ക് പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി അവിടെയാണ് എങ്കിൽ? അല്ല, ഞങ്ങളുടെ പാർട്ടി അങ്ങനെ ഇതേവരെ ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് കൽപ്പാന്ത കാലത്തോളം ഇതേ മുന്നണിയിൽ തുടർന്നുകൊള്ളാമെന്ന് ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് അസീസ് പറയാൻ കാരണം? അല്ല, ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടില്ല. ഞാൻ യാത്ര മധ്യയിലാണ് ഇപ്പോ എന്റെ നേരത്തെ ചന്ദ്രചൂഡൻ പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. 3 ദിവസത്തെ ചർച്ചക്കാണ് ഞങ്ങൾ UDF-ലെത്തിയത്, ഇനി 3 മണിക്കൂർ പോലും വേണ്ട UDF വിടാനെന്ന് പറഞ്ഞതും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇതൊക്കെ തന്നെയാണ് ജനറൽ സെക്രട്ടറിക്കും സംസ്ഥാന സെക്രട്ടറിക്കും. അല്ല, ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ UDF-ന്റെ ഭാഗമാണ്. ആ UDF-ൽ അടിയുറച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് പാർട്ടി ഇപ്പോൾ എടുത്തിട്ടുള്ള നിലപാട്. ആ നിലപാടിലായിരിക്കും ഞങ്ങളുടെ പാർട്ടി. ശ്രീ കോവൂർ കുഞ്ഞുമോൻ, താങ്കൾക്കാണല്ലോ ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ചോദിക്കുന്നത്. ഈ 3-4 ദിവസത്തേക്ക് അല്ലെങ്കിൽ 2-3 ആഴ്ചത്തേക്കുള്ള ആ പദവി എന്തിനാണ്? അല്ല, അത് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടേറിയറ്റും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും എടുത്ത തീരുമാനമാണ്. സ്പീക്കർ സാറിന് RSPക്ക് ലഭിക്കണമെന്ന്, ആ RSPക്ക് ലഭിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള അതിനോടനുബന്ധിച്ച് കിട്ടുവാണെങ്കിൽ കോവൂർ കുഞ്ഞുമോനെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തീരുമാനിച്ചതാ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ UDF-ഉമായും കോൺഗ്രസുമായും. കോവൂർ കുഞ്ഞുമോൻ എന്താണ് പറയുന്നത് എന്നതിനപ്പുറത്തേക്ക് ജനറൽ സെക്രട്ടറി TJ ചന്ദ്രചൂഡൻ പറയുന്നത് ഈ 3-4 ദിവസത്തേക്ക് അല്ലെങ്കിൽ 1-2 ആഴ്ചത്തേക്കല്ല ഞങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ചോദിക്കുന്നത്. ഇപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ആർക്കാണോ ലഭിക്കുന്നത് ആ പാർട്ടിക്ക് തന്നെ ആയിരിക്കും അടുത്ത ഭരണം കിട്ടുമ്പോഴും ഈ പദവി എന്നുള്ളത് കൊണ്ടാണ് അത് ചോദിക്കുന്നതെന്നാണ്. അവർക്ക് കൊടുക്കുന്നുണ്ടോ? RSPക്ക് ഡെപ്യൂട്ടി സ്പീക്കർ പദവി കൊടുക്കുന്നുണ്ടോ കോൺഗ്രസ്? അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? അത് KPCC-യും UDF-ഉം മുഖ്യമന്ത്രിയെ യുക്തമായ തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഒരു മറുപടി പറയാൻ എനിക്കാകില്ല. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ പരിപൂർണമായ ഉത്തരവാദിത്വം അത് എങ്ങനെ ചെയ്യണം, എപ്പോൾ വേണം, ആര് വേണം, ഏത് പാർട്ടിക്ക് വേണം എന്ന കാര്യത്തിലൊക്കെയുള്ള പൂർണ്ണമായ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റാരും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.
അല്ല, RSPക്ക് കൊടുത്താൽ അത് RSPയുടേതായി മാറും എന്നുള്ളത് കൊണ്ടാണ് ഉമ്മൻചാണ്ടി അതിങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഈ സമ്മേളനത്തിൽ ചിലപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ തന്നെ ഉണ്ടാകില്ല എന്നുള്ള നിലയിലേക്ക് വരെ ചെന്നെത്തിക്കുന്നത്. കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞ് RSPയെ പറ്റിക്കുകയാണോ കോൺഗ്രസ്? അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതായത് പാർട്ടിക്ക് യാതൊരു റോളുമില്ല. പാർട്ടി പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ കയ്യിൽ അത് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഡിപ്ലോമാറ്റിക് ആയ ഏത് തീരുമാനവും എടുക്കാൻ അതിനകത്ത് മുഖ്യമന്ത്രിക്ക് അവകാശമുണ്ട്. ഏത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള? ഉമ്മൻചാണ്ടി അതിന് സർവ്വഥായോഗ്യ എല്ലാം തികഞ്ഞവനാണ് അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി കാണിക്കുന്ന കാര്യത്തിൽ. ശ്രീ കെ എൻ ബാലഗോപാൽ, എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് RSP LDFിലേക്കില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായ സൂചന ഈ സംസ്ഥാന സമ്മേളനം നൽകുന്നുണ്ട്. അതിൻ്റെ നിരാശ നിങ്ങൾക്കില്ലേ? ഒരുപക്ഷെ JDUവും RSPയും മുന്നണിയിലേക്ക് തിരികെ വരണം എന്നുള്ളതാണ് അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെയും ഇവിടെ VS അച്യുതാനന്ദനൊക്കെ പരസ്യമായി പറയുന്ന നിലപാട്. അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്നുള്ളതൊരു നിരാശ തന്നെയല്ലേ LDFനെ സംബന്ധിച്ചിടത്തോളം? ചുരുക്കി അവസാനമായി LDFിലേക്ക് പോയ കക്ഷികൾ തിരിച്ചു വരണം, LDFിൻ്റെ രാഷ്ട്രീയം ശക്തിപ്പെടുത്തണമെന്നുള്ള ഒരു വളരെ വിശാലമായ അർത്ഥത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യമാണ്. അവരെല്ലാവരും വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് ആ രാഷ്ട്രീയം അവർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു നിരാശ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഈ RSP ഇങ്ങനൊരു നിലപാടെടുക്കുമ്പോൾ അത്ര നിരാശപ്പെടേണ്ട കാര്യമില്ല. അങ്ങനൊരു ശക്തമായ നിലപാടാണെങ്കിൽ ഒരു ഗുണമുണ്ട്. അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ഈ LDFിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച് UDFിനൊപ്പം നിന്നപ്പോഴും കടിച്ചു പിടിച്ച് ശ്വാസം മുട്ടി നിന്നിരുന്ന നിരവധി ആളുകളുണ്ട്. ഇവിടെ ആകെ ഇതിന് ഗുണം കിട്ടിയതെന്താ? വാസ്തവത്തിൽ പ്രേമചന്ദ്രൻ MP ആയി എന്നുള്ളൊരു ഗുണമല്ലാതെ RSPക്കകത്ത് ഇവിടുത്തെ ഡെപ്യൂട്ടി മേയറായിരുന്നു, ഞാൻ കൊല്ലം സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത്, കൊല്ലത്തെ ഡെപ്യൂട്ടി മേയറായിരുന്ന ആൾ ഉൾപ്പെടെ കൊല്ലത്തെ അവരുടെ നിരവധി പഞ്ചായത്തുകളിലെ നിരവധി സ്ഥാപനങ്ങളിലെ ആളുകൾക്ക് ഉൾപ്പെടെ വ്യക്തിപരമായി നോക്കിയാൽ പാർലമെന്ററി രംഗത്ത് നിന്ന് അവർക്ക് അവരുടെ ചുമതലകൾ പോയി, ജില്ലാ പഞ്ചായത്തിലുള്ള ചുമതലകൾ പോയി. അല്ലാതെ ബാക്കി ഇപ്പോൾ ശ്രീ കോവൂർ കുഞ്ഞുമോൻ അടക്കമുള്ള എൻ്റെ അടുത്ത സുഹൃത്താണ്. കുഞ്ഞുമോൻ അടക്കമുള്ള ആളുകളെ എത്രത്തോളം ഇങ്ങനൊരു ഡെപ്യൂട്ടി സ്പീക്കറും മറ്റും പറഞ്ഞ് കുറേ കാലമായിട്ട് അവർ നടക്കുകയാണ്. രാഷ്ട്രീയമായി എന്തെങ്കിലും ഗുണം ഈ വ്യക്തികൾക്കുണ്ടായില്ല, ഒരു വ്യക്തിക്ക് വേണ്ടി ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനം. നല്ല കാര്യം, അവരുടെ പാർട്ടിയുടെ ഒരു സ്ഥാനം തന്നെ. പക്ഷേ പൊതുവിൽ അവരുടെ പ്രവർത്തകർ LDFിനൊപ്പം നിന്ന ആളുകൾ LDFിലേക്ക് വരാൻ വേണ്ടിയാണ് ബാർഗൈൻ ചെയ്ത് പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ UDFിനകത്ത് ഉറച്ചു നിന്നാൽ ആ LDFിനകത്ത് നിൽക്കണമെന്ന് ആഗ്രഹിച്ച ആളുകൾ കല്ലും നെല്ലും വേർതിരിഞ്ഞ് LDFുകാരായിട്ട് തന്നെ നിൽക്കും. ഷിബു ബേബി ജോണിന്റെ കൂടെ നിന്നവരും കുറച്ച് ഇതിനപ്പം നിൽക്കുന്ന ആളുകളും ഇവർ UDFിൽ തുടരുകയാണെങ്കിൽ അവർ മാത്രമേ അതിൽ നിൽക്കത്തുള്ളൂ. RSPക്കകത്തുള്ള സാധാരണ അണികൾ തിരിച്ചു വരും. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഞങ്ങൾക്ക് നിരാശയില്ല. പക്ഷേ ഇവരെ പോലെയുള്ള ആളുകൾ, ഇടതുപക്ഷത്ത് നിൽക്കേണ്ട അഖിലേന്ത്യാ തലത്തിലൊരു സമീപനമുള്ള പാർട്ടിയുടെ ആളുകൾ ഏതാനും ചില ചെറിയ ഗുണങ്ങൾക്കും കാര്യങ്ങൾക്കും വേണ്ടി ഇപ്പോഴും UDFിനകത്ത് അപമാനം സഹിച്ച് അപമാനിക്കപ്പെട്ട രാഷ്ട്രീയം പിന്തുണച്ച് നിൽക്കുന്നല്ലോ എന്നുള്ളതിൻ്റെ നിരാശയുണ്ട്. പക്ഷേ ദുഃഖിക്കേണ്ട മറ്റൊരു കാര്യം ശ്രീ കെ എൻ ബാലഗോപാൽ, ഇപ്പോൾ CPMൻ്റെ ശത്രുക്കളായിട്ടുള്ള ഷിബു ബേബി ജോണിൻ്റെയും NK പ്രേമചന്ദ്രൻ്റെയും നേതൃത്വത്തിലുള്ള ഗ്രൂപ്പിനാണ് RSPയിൽ ആധിപത്യം. അസീസ് വെറും സെക്രട്ടറിയായി തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർ വിരോധികളാകുന്നത് കൊണ്ട് തന്നെ RSPയുടെ പ്രമുഖ വിഭാഗം മറുപക്ഷത്താണ്, UDFിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ നന്ദി ഈ വിഷയത്തിൽ സംസാരിച്ചതിന് ശ്രീ കെ എൻ ബാലഗോപാൽ. ഒപ്പം തന്നെ അജയ് തറയിൽ.